CPM എന്ന മനുഷ്യസ്നേഹ പാർട്ടിക്ക് വലിയൊരു തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. ബോംബെ ഹൈക്കോടതി എടുത്ത് നിലത്തടിച്ചിരിക്കുകയാണ്. അവർക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നുമല്ല വലുത്, വലിയ വലിയ കാര്യങ്ങൾ വേറെയുണ്ട്, ആഗോള വിഷയങ്ങൾ. എന്താ സംഭവിച്ചത്? വളരെ രസകരമാണ്. നമുക്കറിയാം CPM ഈ വലിയ വർത്തമാനങ്ങളൊക്കെ പറയാൻ മിടുക്കരാണ്. അവർ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോട് തന്നെ നമ്മൾ സംസാരിച്ച് നോക്കൂ. നാട്ടിൽ വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ക്രമസമാധാന തകർച്ച, ഇങ്ങനെ നിരവധി വിഷയങ്ങളുണ്ട് അല്ലേ? സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധിയിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. പക്ഷേ കേരളത്തിലെ ഒരു CPMൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോട് സംസാരിക്കും, അയാൾ ആദ്യം പറയുന്നത് ട്രംപിൻ്റെ ഈ ആഗോള ഇടപെടലുകൾ, അതുപോലെ ഇസ്രയേൽ പാലസ്തീൻ സംഘർഷം, ഹമാസിനെ ഇസ്രയേൽ കൊല്ലാക്കൊല ചെയ്യുന്നു, റഷ്യ ഉക്രൈൻ യുദ്ധം, അതിപ്പോൾ അത്ര പറയില്ല, എന്നാലും റഷ്യ ഇപ്പം കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമല്ലാത്തത് കൊണ്ട് അവർ റഷ്യ എന്നുള്ള പേര് പറഞ്ഞില്ലെങ്കിലും പുടിൻ എന്ന പേര് പറയും. പുടിനും ഉക്രൈനെ കൊല്ലാക്കൊല ചെയ്തു പുടിൻ. ഇങ്ങനെ ഒരുപാട് അന്താരാഷ്ട്ര വിഷയങ്ങൾ, രാജ്യാന്തര വിഷയങ്ങൾ. ഈ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയപ്പോൾ ട്രംപിനെയാണ് ഇവിടെ ഇരുന്ന് വരട്ടിയത്. ട്രംപ് അതിൻ്റെ ട്രോളുകൾ ഇറങ്ങി. ട്രംപ് ഞാൻ മോദിയോട് പറയാണ്, ഞാൻ മുങ്ങാൻ പോവുകയാണ്, രക്ഷയില്ല, എന്നെ പിടിച്ചു കഴിഞ്ഞു എന്നൊക്കെ. അപ്പോൾ മോദി പറയണം ഞാൻ ഇന്നലെ മുങ്ങി എന്ന് മോദി മറുപടി പറയുന്നതായിട്ടൊക്കെയാണ് ട്രോളുകൾ വന്നത്. അപ്പോൾ ഇവിടെ CPM ബോംബെയിൽ മുംബൈ നഗരത്തിൽ അവിടെ ആസാദ് മൈതാനത്ത് ഒരു വലിയ സമ്മേളനം നടത്താൻ നിശ്ചയിച്ചു. സമ്മേളനം എന്താണെന്ന് കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഈ ഇന്ത്യയിലെ പ്രശ്നങ്ങളല്ല, നരേന്ദ്രമോദി സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമോ പ്രകടനമോ. നമ്മൾ സ്വാഭാവികമായിട്ടൊരു പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവരെന്ത് ചെയ്താലും അത് സർക്കാരിനെതിരെ ആയിരിക്കും എന്നല്ലേ നമ്മൾ ധരിക്കുന്നത്. ഇതങ്ങനെ ഒന്നുമല്ല. വിലക്കയറ്റം അവർക്ക് വിഷയമല്ല, ഈ ഇന്ധന വില വർദ്ധിക്കുന്നത് വിഷയമല്ല, അതുപോലെ തൊഴിലില്ലായ്മ ഒരു വിഷയമല്ല, സാമ്പത്തിക മേഖലയിലെ തകർച്ചയോ അല്ലെങ്കിൽ അതിൻ്റെ വളർച്ചക്കുറവോ ഇതൊന്നുമല്ല അവർക്ക് വിഷയം. അവർക്ക് വിഷയം ഗാസയാണ്. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന കൂട്ടക്കൊല, മനുഷ്യക്കുരുതി, ഇതിനെതിരെ ഒരു സമ്മേളനം, പ്രതിഷേധ പ്രകടനവും സമ്മേളനവും നടത്താനാണ് CPM മഹാരാഷ്ട്ര പോലീസിൻ്റെ അടുത്ത് അനുമതി ചോദിച്ചത്. മഹാരാഷ്ട്ര പോലീസ് പറഞ്ഞു തരാൻ പറ്റില്ല. കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് സാറേ. മെഴുകുതിരി കൊടുത്തു. അതെ, അത് നമ്മുടെ പ്രോട്ടോക്കോൾ അനുസരിച്ച് അത് തെറ്റാ സാറേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിദേശകാര്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റ് രാജ്യങ്ങളുടെ ഇവരെല്ലാം ഇപ്പോൾ ഇസ്രായേൽ നമ്മുടെ സുഹൃത്ത് രാഷ്ട്രമാണ്, പാലസ്തീൻ നമ്മുടെ സുഹൃത്ത് രാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെ ഒരാളിനെ ചാരി മറ്റേ ആളിനെ കുറ്റം പറയാൻ നമുക്ക് സാധിക്കില്ല. രണ്ടുപേരും ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിച്ച് പ്രശ്നങ്ങൾ തീർക്കണം എന്ന് പറയാനേ നമുക്ക് സാധിക്കുള്ളൂ. മുമ്പ് കേരളത്തിൽ നിന്ന് ഒരു രാജ്യത്തിന് 10 കോടി കൊടുത്തത് തുർക്കിക്ക് കേന്ദ്രം. അതെ, കേന്ദ്രം പൂട്ടിടാൻ പിടിച്ചത് അതിലാണല്ലോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇവിടെ ചില ആൾക്കാരെ തൃപ്തിപ്പെടുത്താനും അവരുടെ വോട്ട് സൂത്രത്തിൽ തട്ടിയെടുക്കാനും, ആ സമുദായങ്ങളുടെ വോട്ട് സൂത്രത്തിൽ തട്ടിയെടുക്കാനും വേണ്ടുന്ന ചില ഗിമ്മിക്കുകളാണ് ഇതൊക്കെ. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും കണ്ട വിഷയം ഇതൊക്കെ വനം വന്യജീവി പ്രശ്നമൊന്നും അല്ല. ഗാസയും ഇസ്രയേലും പാലസ്തീനും ഒക്കെ ആയിരുന്നു, അവിടെ ഹമാസ് ആയിരുന്നു. അവിടെ റേഷൻ വാങ്ങാനായിട്ട് ആൾക്കാർ ഓടുകയാണ്. അതല്ല അവരുടെ വിഷയം. സിവിൽ സപ്ലൈസിന്റെ ഔട്ട്ലെറ്റുകളിലൊന്നും സാധനമില്ല. അതൊന്നും അല്ല ഇവിടുത്തെ ചർച്ച. ഇവിടുത്തെ ചർച്ച ഗാസയും പാലസ്തീനും ഒക്കെയാണ്. ഇരിക്കട്ടെ, നമ്മൾ ഈ CPMനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അവർക്ക് പണ്ടേ അങ്ങനെയാണ്. ഇന്ത്യ എന്ന് പറയുന്നത് അവർക്കൊരു വികാരമേ അല്ല. ദേശീയത എന്ന് പറയുന്ന ഒരു സംഗതി അവരുടെ അജണ്ടയിലില്ല. സാർവദേശീയ തൊഴിലാളി പ്രസ്ഥാനം, അതാണ് ലോകത്തെല്ലായിടത്തുമുള്ള തൊഴിലാളികൾ. ഈ തൊഴിലാളികൾ എവിടാ ഈ പാലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ എവിടാ തൊഴിലാളി പ്രശ്നം ഇരിക്കുന്നത്? രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമി പങ്കിട്ട് വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, ശരിയാണ്, സമ്മതിച്ചു. അവിടെ എവിടെയാണ് ഈ തൊഴിലാളി പ്രശ്നം? ഇവർ പറയുന്ന സാർവദേശീയ തൊഴിലാളി പ്രശ്നം ഈ പശ്ചിമേഷ്യയിൽ എവിടെയാണ് ഉള്ളത്? അപ്പോൾ അതൊന്നുമല്ല, ഇത് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ്. പണ്ടും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തിരുന്നത്. 1962 ചൈന ആക്രമിച്ചപ്പോൾ ഇവരെന്താ പറഞ്ഞത്? ചൈനയുടേതെന്നും ഇന്ത്യയുടേതെന്നും പറയുന്ന ഭൂമിയെ സംബന്ധിച്ച തർക്കം, ഇതല്ലേ CPM പറഞ്ഞത്? അന്ന് EMS പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റ് CPMന് എന്ത് വലിയ തിരിച്ചടിയാണ് കൊടുത്തത്? അന്ന് ഈ പാർട്ടി ഇതിൽ നിന്ന് അകന്നു പോകുന്നു,
എന്താ പറയുക, ദേശീയതയിൽ നിന്ന്, ഇന്ത്യ എന്ന വികാരത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് പറഞ്ഞ ആൾ, അതുകൊണ്ട് അത് നമ്മൾ തിരുത്തണമെന്ന് പറഞ്ഞ ആൾ സഖാവ് വി എസ് അച്യുതാനന്ദനാണ്. അന്ന് അതിന് വി എസ് അച്യുതാനന്ദനെ ജില്ലാ കമ്മിറ്റിയിലോട്ട് തരം താഴ്ത്തി, സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന്. അന്ന് 1962 നടപടി നേരിട്ട ആളാണ് വി എസ്. CPI ആയിരുന്നു അന്നത്തെ പാർട്ടി. 64-ലാണല്ലോ CPM രൂപീകരിക്കുന്നത്. അപ്പോൾ അന്ന് ഈ ചൈന ആക്രമിച്ച് ഇന്ത്യയുടെ ഭടന്മാർ പരിക്കേറ്റ്, സൈനികർ പരിക്കേറ്റ് ആശുപത്രിയിലൊക്കെ ചികിത്സയിൽ കഴിയുന്നു. അന്ന് ഈ നഷ്ടപ്പെട്ട ഇമേജ് തിരിച്ചു പിടിക്കാൻ വി എസ് ഒരു കാര്യം പറഞ്ഞു: സൈനികർക്ക് വേണ്ടി നമ്മൾ രക്തം ദാനം ചെയ്യണം, അത് നമ്മൾ തന്നെ മാതൃകയാകണം എന്ന് പറഞ്ഞു. അന്ന് വി എസിനെ ശാസിച്ചവരും ശിക്ഷിച്ചവരുമാണ് പാർട്ടിക്കാർ. അവസാനം വി എസ് അതിൽ നിന്ന് പിൻവാങ്ങി. വി എസിന് ആ ഒരു ആവശ്യവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന് ദേശസ്നേഹിയായ വി എസിൻ്റെ ദേശസ്നേഹം തല്ലിക്കെടുത്തുന്ന ഒരു നിലപാടാണെന്ന് പാർട്ടി സ്വീകരിച്ചത്. അത് തന്നെയാണ് ഇന്നും ഇടതു പാർട്ടികൾ ഇന്ത്യയിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നയം. അത് തന്നെയാണ് അവരെ സംബന്ധിച്ച് ഈ ദേശീയത, ഇന്ത്യ, ഭാരതം, അതിൻ്റെ പാരമ്പര്യം, സംസ്കാരം, ഐക്യം, ഇതൊന്നും ഒരു വിഷയമേ അല്ല. പിന്നെ കഷ്ടകാലത്തിന് ഓപ്പറേഷൻ സിന്ദൂർ വന്നപ്പോൾ ഈ രാജ്യത്തിൻ്റെ വിശാല താല്പര്യം പരിഗണിച്ച് ഞങ്ങൾ പിന്നെ ഇതിന് അനുകൂലിക്കുന്നു എന്നൊരു നിലപാടെടുത്തു. കാരണം സൈന്യത്തിനെതിരെ നിലപാടെടുത്താൽ രാജ്യത്തെ ജനങ്ങളെല്ലാം കൂടെ, പാർട്ടിക്കാർ തന്നെ, അണികൾ തന്നെ ഇവരെ തല്ലിക്കൊല്ലും. അതിന് കാരണമുണ്ട്. ഇവരെ ആരെ പ്രീതിപ്പെടുത്താൻ, ഏത് സമുദായത്തെ പ്രീതിപ്പെടുത്താനാണോ തയ്യാറെടുക്കുന്നത് ആ സമുദായത്തിൽപ്പെട്ടവർ പോലും ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാര്യം അനുകൂലിച്ചു. E.T. മുഹമ്മദ് ബഷീർ, അതെ, പിന്നെ നമ്മുടെ ഹൈദരാബാദിലെ അസാസുദ്ദീൻ ഒവൈസി, സൽമാൻ ഖുർഷിദ്, ഇവരെല്ലാവരും ഒന്നടങ്കം CPM-ലെ തന്നെ ധാരാളം പിന്നെ മുസ്ലിം സഖാക്കൾ, അവരൊക്കെ ഓപ്പറേഷൻ സിന്ദൂറിനെ അനുകൂലിച്ച് രംഗത്ത് വന്നു. വേറെ ഗതിയില്ലാതെ നിവർത്തി കെട്ട് പാർട്ടി ജനറൽ സെക്രട്ടറി നമ്മുടെ MA ബേബിക്ക് ഇതിനെ അംഗീകരിക്കേണ്ടി വന്നു, ഓപ്പറേഷൻ സിന്ദൂറിനെ പിന്തുണയ്ക്കേണ്ടി വന്നു. ഇതൊക്കെ പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ CPM-ന് ഇവിടുത്തെ പ്രശ്നങ്ങളല്ല വലുത്. ഇപ്പോൾ കോടതി പറഞ്ഞു, നിങ്ങൾ ഇവിടെ മാലിന്യ കൂമ്പാരമാണ് രാജ്യത്ത്, മാലിന്യം വലിയ പ്രശ്നമാണ്, അല്ല വായു മലിനീകരണം, ജലമലിനീകരണം, ഇതൊക്കെ വളരെ രൂക്ഷമാണ്. ഇതിനെതിരെ ഒന്നും നിങ്ങൾക്ക് സമരം ചെയ്യണ്ടേ? ഇതിനെതിരെ ഒന്നും നിലപാടില്ലേ നിങ്ങൾക്ക്? പോയി വേറെ വല്ല പണിയും നോക്ക്. ഗാസയോ, എന്ത് ഗാസ എന്ന് പറഞ്ഞ് കോടതി വാസ്തവം പറഞ്ഞാൽ ചെവി തൂക്കിയെടുത്ത് ഒരൊറ്റ ഏറെറിഞ്ഞു. ഇത് MA ബേബിക്ക് അത്യാവശ്യമായിട്ട് കിട്ടേണ്ടതാണ്. ഇത് തീർച്ചയായിട്ടും പാർട്ടി ജനറൽ സെക്രട്ടറി ആണല്ലോ, അദ്ദേഹമാണ് ഈ വലിയ വിഷയങ്ങൾ. അതെ, ഇതൊക്കെ ചുമക്കേണ്ടി വരിക പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്. നമ്മളൊന്നും മനസ്സിലാക്കണം സാറേ, യെച്ചൂരി ഇരുന്നപ്പോൾ പോലും ഇങ്ങനെ ചെയ്തില്ല, കാരാട്ടിരുന്ന സമയത്തും ഇങ്ങനെ ഉണ്ടായില്ല. ഇതിപ്പോൾ മലയാളികൾക്ക് കൂടെ നാണക്കേട് ഉണ്ടാക്കിയിരിക്കുകയാണ് MA ബേബി ഈ പാർട്ടി. ഇന്നിപ്പോൾ ഇത് കേരളത്തിൽ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ നാണക്കേട് ഉണ്ടാകുന്നത്. ഇതിപ്പോൾ എവിടെ ഉള്ള പാർട്ടിയാണെന്ന് ചിലപ്പോൾ കോടതി ചോദിക്കും. അതെ, ഇന്ന് കേരളത്തിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നത്. അവരാണ് ബോംബെയിൽ ഈ പറയുന്നത് പോലെ 4-3-7 പേരുള്ള സ്ഥലത്ത് പോയിട്ട്, അംഗങ്ങളുള്ള പാർട്ടി അവിടെ ചെന്നിട്ട് അവിടെ വലിയ ആസാദ് മൈതാനത്ത് വലിയ സമ്മേളനം നടത്താൻ പോകുന്നു. ഇത് ആരുടെ കണ്ണിൽ പൊടിയിടാനാണ്? ഈ പാർട്ടിക്ക് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് തൂക്കിയെടുത്ത് കോടതി നിലത്തടിച്ചു. അവസാനം നാണം കെട്ട് ഹർജിയും തള്ളി, നാണം കെട്ട് തലയിൽ മുണ്ടിട്ട് പാർട്ടിക്കാർ ഹൈക്കോടതിയിൽ നിന്ന് മടങ്ങി പോകേണ്ട അവസ്ഥ. അല്ല, ഇതൊരു പാഠമാകണം. ഇതൊരു വലിയ പാഠമാകണം CPM-നെ സംബന്ധിച്ചു. അത് പാഠമാകില്ല. കണ്ടാലും കൊണ്ടാലും പഠിക്കാത്തൊരു പാർട്ടിയാണ്. അതുകൊണ്ടാണ് അവർ ബംഗാളിൽ നിന്ന് നിഷ്കാസിതരായി, ത്രിപുരയിൽ നിന്ന് പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. പിന്നെ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ്റെ ദയാദാക്ഷിണ്യം കൊണ്ടൊരു സീറ്റ് കിട്ടി കോൺഗ്രസിന്റെ. അവിടെ രാഹുൽ ഗാന്ധിയുടെ കൂടെ പടം വെച്ചിട്ടാണ് ഇവർ വോട്ട് പിടിച്ചത്. 3 പേരാണ്. എന്നിട്ട് ആ രാഹുൽ ഗാന്ധിയെ ചീത്ത പറയുകയാണ് കേരളത്തിൽ. CPI-ക്ക് രാജസ്ഥാനിലും ഈ പറഞ്ഞ പോലെ കോൺഗ്രസിൻ്റെ പച്ചയിൽ ഒരു സീറ്റ് ജയിച്ചു. ഇതല്ലാതെ ഈ പാർട്ടിക്ക് കേരളത്തിൽ നിന്ന് തന്നെ ഇത്രയും വലിയ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ജയിച്ചത് ഒരാളാണ്. പിന്നെ രാജ്യസഭയിലേക്ക് ജയിപ്പിച്ചു വിട്ടിട്ടുണ്ട് റഹീമിനെ പോലെ, ബ്രിട്ടാസിനെയൊക്കെ പോലെയുള്ളവരെ ജയിപ്പിച്ചു വിട്ടു. അതിവിടെ ഭരണം ഉള്ളത് കൊണ്ട് നടന്നു. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇതില്ല. ഇവിടെ 100 സീറ്റ് ഉള്ളത് കൊണ്ട് അവർക്ക് സംഭൂജ്യരായിട്ട് ഇവിടെ 97-98 സീറ്റ് ഉള്ളത് കൊണ്ട് അവർക്ക് പിന്നെ ഈ പറഞ്ഞതുപോലെ 2 പേരെ സഭയിലേക്ക് ജയിപ്പിച്ചു വിടാൻ പറ്റി എന്നുള്ളതാണ്. അതല്ലാതെ അവരെ സംബന്ധിച്ച് രാജ്യസ്നേഹം എന്ന് പറയുന്നത് CPM-ന്റെ DNA-യിൽ ഇല്ലാത്ത കാര്യമാണ്. അവരുടെ രക്തത്തിൽ അങ്ങനൊരു സംസ്കാരം ഇല്ല. ഇതാണ് സത്യം. അതുകൊണ്ട് ഈ പാർട്ടി ഇനിയും ഇതിപ്പോൾ അവസാനിച്ചു എന്ന് കരുതണ്ട.
ഇപ്പോൾ കോടതി നല്ലൊരു കൊട്ട് കൊടുത്തു, പക്ഷേ ഇനിയും അവർ ഇതൊക്കെ തന്നെ ചെയ്യും. പാർട്ടിക്കുള്ളിലെ ദേശസ്നേഹികളുടെ പോലും ദേശസ്നേഹത്തെ തല്ലിക്കെടുത്തുന്ന ചില നേതാക്കളാണ് അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അതിൻ്റെ കാരണം.